ഹലോ, ഇന്നിപ്പോ ഒരു ഈവനിങ് വ്ലോഗ് ആയാലോ. വൈകുന്നേരം 5 മണിയായപ്പോൾ ഞാനിന്ന് പുറത്തോട്ട് വന്നപ്പോൾ ഇവിടെ എല്ലാവരും ഭയങ്കര കളിയുടെ തിരക്കിലാണ്. കൂട്ടത്തിൽ നല്ല മഴക്കാറുണ്ട്, നല്ല കാറ്റടിക്കുന്നുണ്ട്. പിള്ളേഴ്സിനോട് അകത്തോട്ട് കയറാൻ പറഞ്ഞിട്ട് അവരോട്ട് കയറുന്നുമില്ല. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ 2 അനിയത്തിമാരുടെയും മക്കളുണ്ട്. അവർ 4 കൂടിയ പിന്നെ ഭയങ്കര കളിയാണ്. കൂടുതൽ എൻ്റെ മോനും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവരുടെ കൂടെ നിന്നിട്ട് കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. വൈകിട്ട് എന്തെങ്കിലും നമുക്ക് ആക്കണമല്ലോ. കുറച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കറിക്ക് വേണ്ടിയിട്ട് ആലോചിച്ചപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ട്. നോർമൽ ചിക്കൻ കഴിച്ച് എല്ലാവരും മടുത്തു കേട്ടോ, പ്രത്യേകിച്ച് കുട്ടികൾ. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ ചിക്കൻ ആക്കാൻ വേണ്ടിയിട്ട് കറി മസാല നോക്കുമ്പോൾ ഇല്ല. അങ്ങനെ കറി മസാല ഫസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. കറി മസാലയ്ക്ക് വേണ്ടിയിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, സ്റ്റാർ, ഇത് നമ്മുടെ പെരുംജീരകമൊക്കെ കൂടെ ഇട്ട് ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ചെടുക്കാൻ വേണ്ടി റെഡിയാക്കുകയാണ്. കൂട്ടത്തിൽ കാശ്മീരി ചില്ലി ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പൊടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചിക്കൻ്റെ കഴുകി റെഡിയാക്കിയൊക്കെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഫസ്റ്റ് പൊടിച്ചെടുക്കണമല്ലോ. ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ ഒരു റെഡിഷ് കളറാണ്. അതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി തന്നെ വേണം. നമ്മളെ നോർമൽ മുളക് പൊടി വാരിയിട്ടിട്ട് മക്കൾക്ക് കഴിക്കാൻ പോലും പറ്റാത്ത എരിവ് കൂടിയാൽ പിള്ളേർക്കെന്ന് മാത്രമല്ല ഒരു ബട്ടർ ചിക്കന് ഒരുപാട് എരി ആയാൽ കൊള്ളൂല. അപ്പോൾ അതിന് ആവശ്യത്തിന് എരിയാണെങ്കിൽ കളറും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാശ്മീരി ചില്ലി തന്നെ പൊടിച്ച് ചേർക്കണം. അങ്ങനെ രണ്ട് മിക്സിയുടെ ആ ഒരു കുഞ്ഞ് ജാറ് രണ്ടും എടുത്തിട്ട് ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങളാണല്ലോ, ഇനി കഴുകി തുടച്ചൊക്കെ എടുക്കുന്നതിന് പകരം ഡ്രൈ ആയിട്ടുള്ള ആ ചെറിയ ജാർ രണ്ടും എടുത്തിട്ട് രണ്ടും പൊടിച്ചെടുത്ത് കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് ചിക്കനിലോട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കണേ. അതിന് വേണ്ടിയിട്ട് തൈര്, ഒരു 2 ടേബിൾ സ്പൂൺ തൈരും ആ കൂട്ടത്തിൽ ആ കുറച്ച് കാശ്മീരി ചില്ലിയും ഒരു 2-2.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ആ ഒരു 1/2 ടീസ്പൂൺ കറി മസാലപ്പൊടിയും ഇട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത ശേഷം ചിക്കൻ തട്ടി കൊടുത്തിട്ട് ചിക്കനിൽ നന്നായിട്ട് എല്ലായിടത്തുനിന്ന് തേച്ച് പിടിപ്പിച്ചെടുത്ത് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് എല്ലായിടത്തും ചിക്കനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് ഒരു എന്താണ് നമ്മുടെ മൈദപ്പൊടിയോ കോൺഫ്ലവറോ എന്താ വെച്ചാൽ ചേർക്കാൻ. ഞാനിപ്പോൾ മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. മൈദപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. കാരണം തൈരൊക്കെ ചേർത്തിട്ട് അത് വെറുതെ ആ ഒരു തീരെ അങ്ങ് ലൂസായി പോകണ്ട. അപ്പോൾ ഈ ഒരു പൊടി ഇടുമ്പോൾ അത് നല്ല കോട്ടായിരിക്കും. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ചിലരൊക്കെ ഉണ്ടാക്കുമ്പോൾ ബട്ടർ ഒഴിച്ചിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ നോർമൽ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരുപാട് എണ്ണ ഒഴിക്കണ്ട, കുറച്ച് എണ്ണ ഒഴിച്ച് ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ. ഡീപ്പ് ഫ്രൈയും ചെയ്യേണ്ട ആവശ്യമില്ല, ബട്ടർ ഒരുപാട് അങ്ങ് നിറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എങ്ങനെ ആ രീതിയിലുള്ള ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ അടുത്ത സ്റ്റൗവിലോട്ട് ഒരു ചെറിയ കുക്കർ വെച്ച് 1 ടേബിൾ സ്പൂൺ നിറയെ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് സവാള ഇട്ട് കൊടുക്കണം. സവാള 2 വലിയ സവാള എടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഇട്ട് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. പിന്നെ അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഒരു 10-15 കാഷ്യൂന് ഇട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയും ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെക്ക് ചിക്കൻ ഇവിടെ റെഡി ആയി വരുമ്പോൾ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിടുക. നമ്മളെന്തായാലും അടുത്ത് തന്നെ ഉണ്ടല്ലോ, എല്ലാ പരിപാടികളും കൂടെ അങ്ങ് ഒറ്റയടിക്ക് ചെയ്ത് പോവാം. അപ്പോൾ തക്കാളി 2 വലിയ തക്കാളി തന്നെ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബട്ടറിലോട്ട് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ചിക്കി കൊടുത്ത ശേഷം പിന്നെ കുറച്ച് 1/2 ടീസ്പൂൺ കറി മസാല ഇതിലോട്ടിടുക. ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നമ്മളൊന്ന് കുക്കർ അടച്ച് വയ്ക്കുക. ഞാൻ വെയിറ്റ് ഇട്ടിട്ട് തന്നെ കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ, നല്ല ലോ ഫ്ലെയിമിൽ കിടന്ന് 2 വിസിൽ കേൾക്കുമ്പോൾ ഞാനത് ഓഫ് ചെയ്യും. അപ്പോൾ ആ ഒരു ലെവലിൽ ഒന്ന് വേവിക്കണം കേട്ടോ, നല്ല വെന്ത് വരണം. പിന്നെ വേണമെങ്കിൽ വെള്ളം ഒഴിച്ചെടുക്കാം. ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി വെള്ളം ഒഴിക്കാതെ അത് എന്തായാലും അടിയിൽ പിടിച്ചു എന്ന് വേണ്ട, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. അപ്പോൾ 2 വിസിൽ ചെറിയ തീയിൽ കിടന്ന് കേട്ട ശേഷം നമുക്കത് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. നല്ല തണുത്ത ശേഷം, തണുക്കാതെ എന്തായാലും അരയ്ക്കാൻ പറ്റില്ല. ഓ സോറി, പിന്നെ ഞാൻ മറന്നുപോയി, മുളകിട്ടില്ല കേട്ടോ. അതിലും നമ്മൾ മുളകിട്ട് കൊടുക്കണം. കാശ്മീരി ചില്ലി ഒരു എട്ടണം അതിലോട്ട് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ. ആ ഒരു പേസ്റ്റിലോട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടു. അതിന് പൊടി ഇടണ്ട, നമുക്ക് കാശ്മീരി ചില്ലി തന്നെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അരച്ചു കൊണ്ടുവന്ന ആ ഒരു കൂട്ടിനെ ഇതുപോലെ അരിപ്പയിൽ അരിച്ചെടുക്കണം. അതാണ് ഇതിൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരു പരിപാടി കേട്ടോ. ഞാൻ മുന്നെയൊക്കെ വെക്കുമ്പോൾ ഇത് അരച്ചു കൊണ്ടുവന്ന് നേരിട്ട് അങ്ങ് ചേർക്കാറാണ് പതിവ്. അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു തരിതരിപ്പ് നമ്മൾ നാക്കിലൊക്കെ തട്ടാറുണ്ട്. പക്ഷെ ഇങ്ങനെ അരിച്ചിട്ട് വെക്കാൻ തുടങ്ങിയ ശേഷം ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നി. ആ ഒരു ക്രീം ഉണ്ടല്ലോ, നമ്മളെ അരച്ചെടുക്കുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഫ്രഷ് ക്രീം ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കണം. അതും കൂടെ ആവുമ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം. മറ്റ് നമുക്ക് ആ ഒരു തരിതരിപ്പ് ഉണ്ടാവില്ല. പക്ഷേ ഇത് അരിച്ചെടുക്കാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണെന്ന് മാത്രം.
അരിച്ചെടുത്ത ക്രീമിന് നമ്മളൊരു 10 മിനിറ്റോളം ഇങ്ങനെ ചെറിയ രീതിയിലിട്ടൊന്ന് വേവിക്കണം കേട്ടോ. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് ചിക്കി കൊടുക്കണം. അത് വേവിച്ചെടുക്കണം. കുറച്ച് ഇങ്ങനെ ചെറിയ തീയിൽ കിടന്ന് തീ കൂട്ടാൻ പാടില്ല. തീ കൂട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ദേഹത്തൊക്കെ അത് പൊട്ടിത്തെറിക്കും. അത് ആ ഒരു എന്തായാലും ഒരു പേസ്റ്റ് ക്രീമാണല്ലോ. അതുകൊണ്ട് അത് നമുക്ക് മനസ്സിലാവും തീ ഏത് ലെവലിലിടണം നമുക്കത് കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ തീ കുറച്ചിട്ടിരുന്ന് റെഡിയാക്കിയിട്ട് പിന്നെ കസൂരി മെത്തി ഇട്ട് കൊടുക്കണം കേട്ടോ. കസൂരി മെത്തിയാണ് ഈ ഒരു ബട്ടർ ചിക്കൻ്റെ ഒരു ഫ്ലേവർ തരുന്നത്. അത് കുറച്ച് കയ്യിലെടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഉപ്പും കൂടെ നോക്കി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ചിക്കി കൊടുത്തൊന്ന് ചൂടായൊക്കെ വന്ന ശേഷം 10 മിനിറ്റ് കുറഞ്ഞ് നമ്മൾ ചെയ്യണം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടെ അതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ നമ്മൾ ഒന്ന് ചിക്കനും കൂടെ ഇട്ട് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ലാസ്റ്റ് ഫ്രഷ് ക്രീം ചേർക്കേണ്ടത്. ഫ്രഷ് ക്രീം ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മതി. അതും കൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് നല്ല അടിപൊളി നമ്മുടെ ബട്ടർ ചിക്കൻ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. മക്കൾ വന്നപ്പോൾ ചപ്പാത്തിയും കൂട്ടി എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിച്ചു. അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നിയേ. പിന്നെ എനിക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ നോർമൽ ചിക്കൻ ഉണ്ടാക്കുന്ന ആ ടൈം എടുത്തില്ല. അത്രയും ഒരു ക്ഷീണമൊന്നും തോന്നിയില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റി.